കഴിഞ്ഞ വർഷം iOS 16 ആപ്പിൾ കസ്റ്റമൈസേഷൻ എന്നുള്ള വാക്കിന് യഥാർത്ഥത്തിൽ ആപ്പിൾ യൂസേഴ്സിനിടയിൽ ഒരു അർത്ഥം കൊണ്ടുവന്നത്. iOS 17 വന്നപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ആ ഒരു കസ്റ്റമൈസേഷനിൽ വലിയ കാര്യമായിട്ടുള്ള പുതിയ ചേഞ്ചസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചില്ലേലും ബേസിക് ആയിട്ടുള്ള കുറേയധികം പുതിയ ഫീച്ചേഴ്സ് ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. എങ്കിലും എടുത്തു പറയേണ്ട ഒരു പോരായ്മയാണ് ഇപ്പോഴും ഐഫോണിൽ നമുക്ക് കസ്റ്റം റിംഗ് ട്യൂണുകൾ സെറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല എന്നുള്ളൊരു പ്രോബ്ലം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ എങ്ങനെ നമുക്ക് iOS 17 റൺ ചെയ്യുന്ന ഡിവൈസുകളിൽ യൂസേഴ്സിന് ഇഷ്ടമുള്ള റിംഗ് ടൂണുകൾ അവരുടെ ഫോണിൽ സെറ്റ് ചെയ്യാനുള്ള പുതിയ മെത്തേഡ്സ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സോ ദിസ് ഇസ് മീ മെലൻ ആൻഡ് വെൽക്കം ബാക്ക്. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ, ടോണുകൾ നിങ്ങളുടെ ഡിവൈസിൻ്റെ റിംഗ് ട്യൂണായിട്ട് സെറ്റപ്പ് ചെയ്യാൻ ഓൾറെഡി നമ്മളുടെ ചാനൽ 2022 ഇതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോഴാണ് അതിനേക്കാൾ കുറച്ചും കൂടെ ഭേദപ്പെട്ട അല്ലെങ്കിൽ മെച്ചപ്പെട്ട നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഇഷ്ടമുള്ള പാട്ട് വിത്തൗട്ട് എനി ലിമിറ്റേഷൻ നമുക്ക് നമ്മളുടെ റിംഗ് ട്യൂണായിട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പുതിയ മെത്തേഡാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ കസ്റ്റം റിംഗ് ട്യൂൺ സെറ്റപ്പ് ചെയ്യാൻ നമുക്ക് പ്രധാനമായിട്ടും ആപ്പ് സ്റ്റോറിൽ നിന്ന് ഒരു ആപ്ലിക്കേഷൻ ആവശ്യമാണ്. അതാണ് ഗാരേജ്ബാൻഡ്. ആപ്പിളിൻ്റെ സ്വന്തം ആപ്ലിക്കേഷനാണ് ഗാരേജ്ബാൻഡ്. ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മളുടെ എല്ലാം ഡിവൈസിൽ ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് ഡൗൺലോഡ് ആകുന്ന സമയത്ത് ഇതുവരെ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന മെത്തേഡ് എന്ന് പറയുന്നത് നമുക്കിപ്പം ആപ്പ് സ്റ്റോറിൽ ഫ്രീ റിംഗ് ട്യൂൺ മേക്കർ ആപ്ലിക്കേഷൻസ് എല്ലാം അവൈലബിൾ ആണ്. അല്ലെങ്കിൽ നമ്മുടെ സഫാരി ഉപയോഗിച്ച് സൗണ്ട് ക്ലൗഡ് പോലുള്ള സൈറ്റുകളിൽ നിന്ന് നമുക്ക് ഫ്രീ ആയിട്ട് പാട്ടുകൾ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്ന പാട്ടുകൾ നമ്മൾ ഫയൽസ് ആപ്പ് വഴി അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ റിംഗ് ട്യൂൺ മേക്കർ ആപ്ലിക്കേഷൻസ് വഴി ഗാരേജ്ബാൻഡിലേക്ക് കൊണ്ടുവന്ന് അവിടുന്ന് പിന്നീട് നമ്മളത് കസ്റ്റം റിംഗ് ട്യൂണായിട്ട് സെറ്റപ്പ് ചെയ്യുമായിരുന്നു നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഈ ഒരു മെത്തേഡിൽ, ബ്രാൻഡ് ന്യൂ മെത്തേഡിൽ നമ്മളൊരു ഷോർട്ട് കട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ടു ഓഡിയോ എന്ന് പറയുന്ന ഈ ഒരു ഷോർട്ട് കട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഈ ഒരു മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ നമുക്ക് എവിടെയും പോയി ഡൗൺലോഡ് ചെയ്യുമോ അല്ലെങ്കിൽ ആ പാട്ടിൻ്റെ പേര് കണ്ടുപിടിച്ച് നമ്മൾ സഫാരിയിൽ ഒരു സൈറ്റിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യേണ്ടോ അല്ലെങ്കിൽ സെർച്ച് ചെയ്യേണ്ടതെന്നോ ആവശ്യമില്ല. ഒരു റിംഗ് ട്യൂൺ ആപ്പിലും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ലിറ്ററലി നമ്മുടെ ഡിവൈസിൻ്റെ സ്ക്രീൻ റെക്കോർഡിങ്, നമുക്ക് ഈ സ്ക്രീൻ റെക്കോർഡിംഗ് ഓപ്ഷൻ ഉണ്ട്. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം സ്ക്രീൻ റെക്കോർഡിംഗ് നിങ്ങൾ എനേബിൾ ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സെറ്റിംഗ്സിൽ പോവുക, അതിൽ നമ്മുടെ കൺട്രോൾ സെൻറ്റർ ഓപ്ഷനകത്ത് പോവുക, അതിൽ നമ്മുടെ സ്ക്രീൻ റെക്കോർഡിംഗ് തന്നെ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ഇവിടുന്ന് ആഡ് ചെയ്ത് ഇവിടേക്ക് കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് നമ്മുടെ കൺട്രോൾ സെൻറ്ററിൽ നിന്ന് സ്ക്രീൻ റെക്കോർഡിംഗ് ആക്സസ് ചെയ്യാൻ സാധിക്കും. ഈ പറഞ്ഞ പ്രോസസ്സ് അല്ലെങ്കിൽ മെത്തേഡ് നിങ്ങൾക്ക് കേൾക്കുമ്പം ഒരു സ്വല്പം ബുദ്ധിമുട്ടുള്ള പോലെ തോന്നിയേക്കാം. പക്ഷേ ഈ മെത്തേഡാണ് അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സാണ് ഏറ്റവും എളുപ്പം. നമുക്ക് ലിറ്ററലി സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കും. സോ അതിനുവേണ്ടി നമ്മൾ യൂട്യൂബ് ആപ്പ് ഓപ്പൺ ചെയ്തു. അതിൽ നമ്മളിപ്പം ഒരു NCS മ്യൂസിക് അങ്ങ് സെർച്ച് ചെയ്യുവാണ്. നമുക്ക് ഇഷ്ടമുള്ള, ഇപ്പം ഈ ഒരു വീഡിയോയുടെ പർപ്പസിന് വേണ്ടി ഞാൻ ഇഷ്ടമുള്ളതാണ് എടുക്കുന്നത്. അതിൽ ഞാൻ വോളിയം ഒന്ന് ഡൗൺ ചെയ്തു, പാട്ട് സെലക്ട് ചെയ്തു. അതിൽ നമുക്കുള്ള അഡ്വാൻറ്റേജ് നമുക്ക് ഇഷ്ടമുള്ളൊരു പോർഷൻ, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക പോർഷൻ മാത്രം മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പോർഷൻ മുതൽ പ്ലേ ചെയ്താൽ മതി. അതിനുശേഷം നമ്മളുടെ ഈ ഒരു സ്ക്രീൻ റെക്കോർഡിങ് ജസ്റ്റ് നിങ്ങൾ എനേബിൾ ചെയ്യുക. സ്ക്രീൻ റെക്കോർഡിങ് എനേബിൾ ചെയ്യുമ്പോൾ നമുക്കിവിടെ ആ ഒരു വാർണിംഗ് വരുന്നതാണ്. സ്ക്രീൻ റെക്കോർഡിങ് ആക്റ്റീവ് ആണെന്ന് കാണാൻ വേണ്ടി നമുക്കിവിടെ നോക്കിയാൽ മതി. സ്ക്രീൻ റെക്കോർഡിങ് ആക്റ്റീവ് ആണ്. അപ്പോൾ നമ്മൾ ഈ പ്ലേ ചെയ്യുന്ന പാട്ടും അവിടെ റെക്കോർഡാവും. വൺസ് ഇഷ്ടമുള്ള അത്രയും നമ്മൾ റെക്കോർഡാക്കിയതിന് ശേഷം ഈ റെക്കോർഡിങ് സ്റ്റോപ്പ് ചെയ്യുക. അത് വീഡിയോ ഫയലായിട്ടായിരിക്കും സേവ് ആകുന്നത്. അത് നമ്മുടെ ഫോട്ടോ ലൈബ്രറിയിൽ നിന്ന് നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതുമാണ്. അപ്പോൾ നമ്മൾ ഫോട്ടോ ലൈബ്രറി ഓപ്പൺ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മുടെ ഫോട്ടോ ലൈബ്രറിയിൽ ആ ഒരു പാട്ട് റെക്കോർഡായിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഒന്നും തന്നെ കുറവില്ലാതാണ് ഇത് റെക്കോർഡാകുന്നത്. സോ നമുക്ക് ക്വാളിറ്റിയുടെ കാര്യത്തിലൊന്നും യാതൊരു കൺസേണും വേണ്ട. ഇനി നമ്മുടെ ഷോർട്ട് കട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. വൺസ് അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം വീണ്ടും നിങ്ങൾ ഫോട്ടോ ആപ്പിലേക്ക് പോവുക. അതിൽ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു റെക്കോർഡിങ് അത് നിങ്ങൾ ഷെയർ ഷീറ്റിൽ ടാപ്പ് ചെയ്യുക. അവിടെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത, ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്ത ആ ഒരു ഷോർട്ട് കട്ട് ഇവിടെ നമ്മുടെ ഷെയർ ഷീറ്റിൽ കാണാൻ സാധിക്കും. ടു ഓഡിയോ എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും താഴത്തേക്ക് പോവുക. എഡിറ്റ് ആക്ഷൻ എന്നുള്ളിടത്ത് പോയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നിങ്ങൾ ഏറ്റവും റീസെൻ്റ് ആയിട്ട് ആഡ് ചെയ്ത ആ ഒരു ഷോർട്ട് കട്ട് ഏതാണെന്ന് ഇവിടെ കാണാൻ സാധിക്കും. അത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ടു ഓഡിയോ എന്നുള്ളത് ഏറ്റവും ടോപ്പിലേക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്യാം, ഫേവറേറ്റിലേക്ക് ആഡ് ചെയ്യാം. ഡൺ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടു ഓഡിയോ എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പിൽ വന്ന് കിടക്കും. അങ്ങനെ നിങ്ങൾക്ക് ഇത് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് അതിൽ ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്ത് കഴിയുമ്പം നമുക്ക് എങ്ങോട്ടാണ് ഇത് ഡൗൺലോഡായി അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്ത് വരേണ്ടതെന്ന് കാണും. നിങ്ങൾക്കിവിടെ കാണാം ടു ഓഡിയോ എന്നുള്ളത് അത് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഷോർട്ട് കട്ട് റൺ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ iCloudലേക്ക് സേവ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഓൺ മൈ ഫോൺ ഞാൻ ഇവിടെ റിംഗ് ട്യൂൺ എന്ന് പറഞ്ഞൊരു ഡ്രൈവ് അല്ലെങ്കിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയത് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തതിന് ശേഷം ഇനിയാണ് നമ്മുടെ ഗാരേജ്ബാൻഡ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക എങ്കിൽ മാത്രമേ ഉള്ളൂ. ഗാരേജ്ബാൻഡ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു വെൽക്കം സ്ക്രീൻ ഒക്കെ ആയിരിക്കും കാണിക്കുന്നത്. ഈ ഒരു പേജിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്യുക. ഡ്രംസ്,
ആംപ്, ഇത് കഴിയുമ്പം ഓഡിയോ റെക്കോർഡർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണും. ഇതിൽ നിങ്ങൾ ടാപ്പ് ചെയ്യുക. ഇനി ഇവിടെ നമ്മൾ ഈ ഒരു ടൈം ലൈൻ്റെ ഐക്കൺ ഉണ്ട് ഏറ്റവും ടോപ്പിൽ, ഈ കാണുന്ന ബ്രിക്സിൻ്റെ പോലെ കാണുന്നതാണ് ടൈം ലൈൻ ഐക്കൺ. ആ ഒരു ഐക്കണിൽ ടാപ്പ് ചെയ്യുക. ആ ഒരു ഐക്കണിൽ തന്നെ കൃത്യമായിട്ട് ടാപ്പ് ചെയ്യണം. അത് കഴിയുമ്പം ഏറ്റവും ടോപ്പിൽ നിങ്ങൾക്ക് മെട്രോണോം എന്ന് പറഞ്ഞ ഈ ഒരു സൈൻ എനേബിൾ ആയി കിടക്കുന്ന കാണാൻ സാധിക്കും. അത് നിങ്ങൾ ഡിസേബിൾ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ടൈം ലൈൻ ആയി കഴിയുമ്പം നിങ്ങൾ ഏറ്റവും റൈറ്റ് കോർണറിൽ ഒരു പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ ടാപ്പ് ചെയ്യുക. അതാണ് നമ്മുടെ സെക്ഷൻസ്. സോ ഈ സെക്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പാട്ടിൻ്റെ ആ ഒരു ഡ്യൂറേഷൻ, അത് ലൂപ്പ് പോലെ പ്ലേ ചെയ്യുന്ന ആ ഒരു ഡ്യൂറേഷനാണ്. നമ്മുടെ ആ ഒരു പാട്ടിൻ്റെ ഡ്യൂറേഷൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു 30 സെക്കൻഡ്സിനേക്കാൾ കുറവാണെന്നുണ്ടെങ്കിൽ മാനുവലി ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പം 8 ബാർ ആണ് ഇവിടെ കിടക്കുന്നത്. ഇതിൽ നമ്മൾ ഈ ഒരു ആരോയിൽ ടാപ്പ് ചെയ്താൽ നമുക്കത് കൂട്ടി 30 ബാർ വരെ പോകാൻ സാധിക്കും. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെറ്റപ്പ് ചെയ്യാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇത് ഓട്ടോമേഷൻ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാൽ ആ ഒരു ഓപ്ഷനിലേക്ക് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ പാട്ടിൻ്റെ എൻറ്റയർ ഡ്യൂറേഷൻ എത്രയാണോ അത് തന്നെ അങ്ങനെ പ്ലേ ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ലൂപ്പ്, ഇവിടെ ഏറ്റവും ടോപ്പിൽ ഒരു ലൂപ്പിൻ്റെ ഐക്കൺ കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ ടാപ്പ് ചെയ്യുക. നമ്മൾ ഫയൽസ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ടാപ്പ് ചെയ്യുക. കാരണം നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കുന്ന ആ ഫയൽ നമ്മുടെ ഫയൽസ് ആപ്പിനകത്താണ്, അല്ലെങ്കിൽ ആ ഒരു പാട്ട് ഫയൽസ് ആപ്പിനകത്താണ്. സോ ബ്രൗസ് ഐറ്റം ഫ്രം ഫയൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏറ്റവും അവസാനം ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ച ആ ഒരു സോങ് ആണ്. അത് ഞാൻ സെലക്ട് ചെയ്തു. ഈ ഫയൽസിനോടൊപ്പം തന്നെ നമുക്ക് സൈഡിൽ മ്യൂസിക് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇത് നമ്മുടെ ആപ്പിൾ മ്യൂസിക് അല്ല, അതായത് നമ്മളുടെ ലാപ്ടോപ്പിൽ നിന്നോ കമ്പ്യൂട്ടറിൽ നിന്നോ നമ്മൾ സിങ്ക് ചെയ്തേക്കുന്ന നമ്മളുടെ ലൈബ്രറി, നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കുന്ന പാട്ടുകൾ നിങ്ങൾ സിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലൈബ്രറീസ് എല്ലാം ഇവിടെ അവൈലബിൾ ആവും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നും നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നമ്മളുടെ സോങ്സ് ആഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ഫയൽസിൽ നിന്നാണ് ആഡ് ചെയ്ത് ജസ്റ്റ് അതിൽ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുക. ജസ്റ്റ് ഇവിടെ ഡ്രാഗ് ചെയ്ത് നമ്മളിവിടെ കൊണ്ട് വെക്കുക. ഈ ഒരു സ്ക്രീനിൽ വന്നു കഴിയുമ്പം ഇവിടെ നമുക്ക് നമ്മുടെ സോങ് കാണാൻ സാധിക്കും. അതിൻ്റെ സൈഡിലായിട്ട് നമുക്കിത് ട്രിം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്കിങ്ങനെ ട്രിം ചെയ്യാൻ സാധിക്കും. എവിടം വെച്ചാണോ സ്റ്റാർട്ടിംഗ് പോർഷൻ എവിടെയാണോ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കൊണ്ട് വെച്ചിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് പാട്ട് പ്ലേ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പോർഷൻ തൊട്ട് തുടങ്ങണമെന്നുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ ചെയ്യാം. ഇനി അത് തുടങ്ങുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ട്രിം ചെയ്ത സാധനം നമുക്ക് ഫ്രണ്ടിലേക്ക് കയറ്റി വെക്കണം. കാരണം സെക്കൻഡ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അത് ജസ്റ്റ് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ഫ്രണ്ടിലേക്ക് പോകും. സോ ആ ബിഗിനിങ് മുതൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ജസ്റ്റ് അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്ലേ ആയി നമുക്ക് റിവ്യൂ ചെയ്യാവുന്നതാണ്. വൺസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളുടെ റിംഗ് ട്യൂൺ കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു ഡൗൺ ആരോ, താഴത്തേക്ക് ആരോ ഡൗൺ ആയി നിൽക്കുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിൽ നിങ്ങൾ ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്യുമ്പം മൈ സോങ്സ് എന്ന് തന്നെ വരും. അതിലും നിങ്ങൾ ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്ത് കഴിയുമ്പം ഇത് സേവ് ആവും. നമ്മളുടെ പാട്ടായിട്ട് നമുക്ക് ഇഷ്ടമുള്ള റിംഗ് ടൂൺ ആയിട്ട് സേവ് ആവും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആ പാട്ടിൻ്റെ പേര് റീനെയിം ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്താൽ വേറെയും കുറേ ഓപ്ഷൻസ് കാണാൻ സാധിക്കും. റിമൂവ് ഡൗൺലോഡ്സ്, അതോടൊപ്പം ഗെറ്റ് ഇൻഫോ, ഇതിൻ്റെ ഇൻഫർമേഷൻസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ, ഇനി ആർക്കെങ്കിലും ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയും സ്റ്റെപ്പുകൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഓൾമോസ്റ്റ് 90% കസ്റ്റം റിംഗ് ടൂൺ സെറ്റപ്പ് ആയി എന്നുള്ളതാണ്. ഇനി നമ്മുടെ റിംഗ് ടൂൺ ഓപ്ഷനിലേക്ക് അല്ലെങ്കിൽ സെറ്റിംഗ്സിലേക്ക് ഇത് കൊണ്ടുവരിക എന്നുള്ള സ്റ്റെപ്പാണ് ഇനി അടുത്തത്. അതിനുവേണ്ടി നിങ്ങൾ ആ ചെയ്ത പാട്ടയിൽ ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുക. ചെയ്തതിന് ശേഷം നമ്മൾ ഷെയർ എന്നുള്ള ഓപ്ഷനിലേക്ക് ടാപ്പ് ചെയ്യുക. അത് ചെയ്യുമ്പോൾ നമുക്ക് 3 ഓപ്ഷൻസ് ഇവിടെ കാണാൻ സാധിക്കും. ഇതിൽ നിങ്ങൾ റിംഗ് ടൂൺ എന്നുള്ള ഓപ്ഷനിൽ സെലക്ട് ചെയ്യുക. റിംഗ് ടൂൺ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിയുമ്പം നിങ്ങൾക്ക് ആ പേര്, നിങ്ങളുടെ റിംഗ് ടൂണിൻ്റെ പേര് ഇവിടെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാം, അല്ലെങ്കിൽ ഇഷ്ടമുള്ള പോലെ ആക്കാൻ സാധിക്കും. അതിനുശേഷം എക്സ്പോർട്ട് എന്നുള്ളത് ടാപ്പ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ കാണാം റിംഗ് ടൂൺ എക്സ്പോർട്ട് സക്സസ്ഫുള്ളി എന്ന് കാണാം. അതിനുശേഷം നമ്മൾ സെറ്റിംഗ്സിലേക്ക് പോവുക. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിംഗ്സിൽ റിംഗ് ടൂൺ എന്ന് പറയുന്ന ഓപ്ഷൻ, സൗണ്ട് ആൻഡ് ഹാപ്റ്റിക്സിൻ്റെ ഓപ്ഷനിലാണ് നമ്മുടെ റിംഗ് ടൂൺസ് കാര്യങ്ങളൊക്കെ വരുന്നത്. അവിടെ നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം റിംഗ് ടൂൺസ് എന്നുള്ളത് അവിടെ ടാപ്പ് ചെയ്യുക. ഇവിടെ ഏറ്റവും ടോപ്പിൽ നമ്മളിപ്പം ചെയ്ത അല്ലെങ്കിൽ ആഡ് ചെയ്ത റിംഗ് ടൂൺ കാണാൻ സാധിക്കും, ലേറ്റസ്റ്റ് റിംഗ് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് അങ്ങനെ സെലക്ട് ചെയ്ത് നിങ്ങളുടെ റിംഗ് ടൂണായിട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെയാണ് നമ്മൾ കസ്റ്റം റിംഗ് ടൂൺ iOS 17 സെറ്റപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ കാണിച്ചു തന്ന സ്റ്റെപ്പുകളെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ചെയ്താൽ മിസ്റ്റേക്ക് ഇല്ലാതെ നിങ്ങൾക്ക് ഇതുപോലെ റിംഗ് ടൂൺ സെറ്റപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ മിലൻ. Catch you guys next video. Till then, peace.